ഏതെങ്കിലും ഒരു പ്രസ് ക്ലബിൽ ഇതുപോലൊരു തീവട്ടി കാണുമോ? തിരുവനന്തപുരം പ്രസ് ക്ലബിലെ രാധാകൃഷ്ണ ബാധ ഭാഗം 2. ഇതൊക്കെ എന്ത്? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രസ് ക്ലബിൽ ഇതുപോലൊരു തീവട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റായോ സെക്രട്ടറിയായോ ഇരുന്നിട്ടുണ്ടോ? അതും 7 വർഷക്കാലം. രാധാകൃഷ്ണനെ കേരള കൗമുദിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തതിനെ തുടർന്ന് 2021 മുതൽ ഒരൊറ്റ മാധ്യമ സ്ഥാപനങ്ങളിലും ഇദ്ദേഹം ജോലി ചെയ്തിട്ടില്ല. അട്ടിപ്പേറ് കിടന്ന് പ്രസ് ക്ലബ് ഭരണം മാത്രം. തമ്മനം ഷാജിക്കോ ചൊക്ലി രാജേഷിനോ പരുന്തുബിനുവിനോ ഒക്കെ എന്തുകൊണ്ട് ഒരു ടീം കൊടുക്കുന്നില്ല തിരുവനന്തപുരം പ്രസ് ക്ലബിൽ? അവർ ഇതിലും നന്നായി വിരട്ടിപ്പിരിക്കുകയില്ലേ? സഹകരിക്കാത്തവരെ വെട്ടിപ്പിരിക്കുകയില്ലേ? നിരവധി ക്രിമിനൽ കേസുകൾ. മാധ്യമപ്രവർത്തകയുടെ വീട്ടിൽ പാതിരാത്രി കയറി ആക്രമിച്ച കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിക്കഴിഞ്ഞു. മിനിമം 10 കൊല്ലം ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ്. പ്രസ് ക്ലബിന്റെ ബൈലോയിൽ പറയുന്നത് മെമ്പർമാരിൽ ആരെങ്കിലും ഒരാൾ ക്രിമിനൽ കേസിൽ പ്രതിയായാൽ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ഇല്ലാതെയാകും എന്ന്. എന്നാൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാധാകൃഷ്ണൻ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 15 പേരെ നിസ്സാര കാരണത്തിന് സസ്പെൻഡ് ചെയ്തു. അതിൽ ആത്മാഭിമാനമുള്ളവർ ഈ തീവട്ടിക്ക് എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കുന്നതിൽ നല്ലത് പോയി ആറ്റിൽ ചാടുന്നതാണ് നല്ലത് എന്ന് കരുതി പിന്നീട് ആ വഴി പോയിട്ടില്ല. കൊള്ളാവുന്ന പലരെയും പ്രസ് ക്ലബിൽ നിന്ന് ഒഴിവാക്കി. തീവട്ടിയുടെ തേർവാഴ്ച തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രസ് ക്ലബിന്റെ പേര് കളങ്കപ്പെടാതിരിക്കുവാനാണ് ക്ലബിന്റെ ഫൗണ്ടർമാർ ഇപ്രകാരം ഒരു ക്ലോസ് ബൈലോയിൽ ചേർത്തത്. ദ മാനേജിംഗ് കമ്മിറ്റി ഷാൽ നോട്ട് അണ്ടർ എനി സർക്കംസ്റ്റൻസസ് seek or receive assistance of any kind or borrow any funds from any outside source or the welfare scheme fund of the club or mortgage any of the club properties or take decisions on new construction activities without the prior approval of the general body. Spending of club funds or utilization of club property for personal purpose by office bearers or members of the club shall be deemed an offence, and if proved, the person concerned shall relinquish office or membership and face actions as may be decided by the general body. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാരോട് ഇറങ്ങി പണം പിരിച്ചാൽ നിലപാടുകളിൽ വെള്ളം ചേർക്കേണ്ടി വരും. പലരുടെയും വാർത്തകൾ മുക്കേണ്ടി വരും. പല സാമൂഹ്യ വിരുദ്ധന്മാരെയും വെള്ളപൂശേണ്ടി വരും. എന്നതുകൊണ്ടാണ് മാനേജിംഗ് കമ്മിറ്റി യാതൊരു കാരണവശാലും പുറമേ നിന്ന് പണം പിരിക്കുവാൻ പാടില്ല എന്ന നിയമം ഉണ്ടാക്കിയത്. പ്രസ് ക്ലബിൽ നിന്നാണെന്ന് പറഞ്ഞ് വിരട്ടിയാൽ ആരാണ് കാശ് കൊടുക്കാത്തത്? വേറെ യാതൊരു പണിയുമില്ലാതെ പ്രസ് ക്ലബിൽ അട്ടിപ്പേറ് കിടന്ന രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് പ്രസിഡന്റ്, പ്രസ് ക്ലബ് സെക്രട്ടറി എന്നീ പദവികൾ ദുരുപയോഗം ചെയ്തു. നാട്ടിലെ സർവേക്കല്ലും മയിൽക്കുറ്റിയും ഒഴികെ ബാക്കി എല്ലാവരോടും പണം പിരിക്കുകയും വിരട്ടുകയും ചെയ്തു. സ്വന്തം ആവശ്യത്തിനും സ്വന്തം കുടുംബത്തിനും വേണ്ടി രാധാകൃഷ്ണൻ ശുപാർശകൾ ചെയ്തു എന്നതിനും നിരവധി തെളിവുകൾ ഉണ്ട്. അതെല്ലാം പറയുവാൻ പോയാൽ നേരം വിളക്കുമെന്നതിനാൽ 2 കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ പറയാം. ഈ കാണുന്ന കത്ത് 2/7/2019 രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർക്ക് നൽകിയ ശുപാർശ കത്താണ്. രാധാകൃഷ്ണന്റെ ഭാര്യ ഉൾപ്പെടെ RCCയിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്ന് കാണിച്ച് നൽകിയ ലിസ്റ്റിന്റെ കവറിംഗ് ലെറ്ററാണിത്. ഈ കാണുന്നത് 4/10/2021 പ്രസ് ക്ലബ് പ്രസിഡന്റിനെ കൊണ്ട് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണൻ ബോബി ചെമ്മണ്ണൂരിനോട് സാമ്പത്തിക സഹായം യാചിച്ചുകൊണ്ട് കൊടുത്ത കത്താണ്. രാധാകൃഷ്ണന്റെ മാതാവിന് ചികിത്സാ സഹായം ചോദിച്ചുകൊണ്ടുള്ള കത്താണിത്. 4/10/2021 ടു മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ. സർ, വിഷയം മൂക്കോർമൈക്കോസിസ്, ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ദീർഘകാലം ചികിത്സയിലായ ആൾക്ക് ചികിത്സാ ധനസഹായം ലഭിക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി M. രാധാകൃഷ്ണന്റെ പേര് ഞങ്ങളിവിടെ ഒന്ന് മാസ്ക് ചെയ്യുകയാണ്. ബ്ലാക്ക് ഫംഗസ് രോഗം ബാധിച്ച് ചികിത്സയിലാണ്. നാട്ടിലും പ്രസ് ക്ലബിലും 25 വർഷമായി പൊതുപ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും നടത്തുന്ന ആളാണ് രാധാകൃഷ്ണൻ. ദരിദ്ര കുടുംബമാണ് രാധാകൃഷ്ണൻ്റേത്. M. രാധാകൃഷ്ണന്റെ അപേക്ഷ ഇതോടൊപ്പം ചേർക്കുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിനൊക്കെ ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടിയത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെ നിരവധി മാഫിയകളോടും സാമൂഹ്യ വിരുദ്ധന്മാരോടും സിനിമക്കാരോടും യാചിച്ചും വിരട്ടിയും പണം പിടുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പിന്നാലെ. ഇതിലും നല്ലത് ഞാനൊരു പ്രസ് ക്ലബ് സെക്രട്ടറിയാണ്, ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല എന്നൊരു ബോർഡും വെച്ച് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തെണ്ടാൻ ഇരിക്കുന്നതായിരുന്നില്ലേ? ഈ അടുത്ത കാലത്ത് അൻവർ നടത്തിയ പേക്കൂത്തിൻ്റെയും ADGP MR അജിത് കുമാറിനെതിരെ നടന്ന ആരോപണങ്ങളുടെയും ചെന്നിത്തലയുടെ മാധ്യമ അതിപ്രസരത്തിൻ്റെയും എല്ലാം പ്രഭവ കേന്ദ്രം തിരുവനന്തപുരം പ്രസ് ക്ലബിലെ സ്വീറ്റ് റൂം ആണെന്നാണ് വിവരം. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പിന്നാലെ. ഇപ്രകാരം കിട്ടിയ പണം ഉപയോഗിച്ചാണ് വെൽഫെയർ പ്രവർത്തനങ്ങൾ നടത്തിയതും പ്രസ് ക്ലബ് അംഗങ്ങളുടെ കുടുംബമേള നടത്തിയതും എന്നാണ് അത്രേ രാധാകൃഷ്ണൻ പലരോടും പറയുന്നത്.
അതുകൊണ്ട് പോയി ശാപ്പാടടിച്ചവരും വെള്ളമടിച്ചവരും ഗിഫ്റ്റുകൾ ചുമന്നുകൊണ്ട് പോയവർക്കുമൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല, അനക്കമില്ല. നക്കിയിട്ട് നാരത്തരം പറയുന്നോടാ എന്ന് രാധാകൃഷ്ണൻ ചോദിച്ചാൽ ഒന്നും മുണ്ടാൻ പറ്റില്ല. തിന്നത് പിന്നെ എൻ്റെ വീട്ടിലെ നാളികേരമിട്ട കാശ് കൊണ്ടാണെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ചാൽ പെട്ടുപോയില്ലേ ശിവനെ? ഏത് കൊള്ളക്കാരൻ്റെയും സാമൂഹ്യ വിരുദ്ധൻ്റെയും കാശ് മേടിച്ചാണെങ്കിലും ക്ലബിൽ പരിപാടികൾ അടിപൊളിയായി നടത്തുന്ന രാധാകൃഷ്ണൻ പുലിയാണെന്ന് പറയുന്ന ഒരു കൂട്ടരാണ്, പങ്കുപറ്റുന്നവരാണ് രാധാകൃഷ്ണനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. അടുത്ത ദിവസം ഒരു സക്സസ് സെലിബ്രേഷൻ നാഷണൽ ക്ലബിൽ നടക്കുന്നുണ്ട്. എന്തിൻ്റെ സക്സസ് ആണോ എന്തോ. ഇതിനേക്കാളെല്ലാം വലിയ ഒരു തമാശയുണ്ട്. ഇത്രയും ക്രിമിനൽ കേസുകളിൽ പ്രതിയായ, തരികടകൾ കാണിച്ച തിരുവനന്തപുരം പ്രസ് ക്ലബിന് ഏതോ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രസ് ക്ലബിനുള്ള അവാർഡ് കൊടുക്കുവാൻ പോവുകയാണത്രേ. ചിരിക്കാതടാ. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ നാളെ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ജാഡാകൃഷ്ണബാധ ഭാഗം 3-ൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.